വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാന പ്രശ്നം F1 വിസ കിട്ടാൻ വൈകുന്നത് കാരണം പലർക്കും പഠനം തുടങ്ങാൻ പറ്റുന്നില്ല എന്നതാണ്. പല വലിയ യൂണിവേഴ്സിറ്റികളിലും സീറ്റ് കിട്ടിയവർ പോലും വിഷമിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ക്ലാസുകൾ തുടങ്ങാനിരിക്കെ വിസ കിട്ടാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വിദ്യാർത്ഥി റെഡിറ്റിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഓഗസ്റ്റ് 11-ന് ഓറിയന്റേഷൻ തുടങ്ങും, ഓഗസ്റ്റ് 25-ന് ക്ലാസുകൾ ആരംഭിക്കും. എൻ്റെ കോളേജ് കുറച്ചൊക്കെ സഹായിക്കും, പക്ഷേ വിസ കിട്ടിയാലേ ലോൺ എടുക്കാൻ പറ്റൂ, ലോൺ കിട്ടിയാലേ ട്യൂഷൻ ഫീസ് അടക്കാൻ പറ്റൂ. അതായത് വിസ, ലോൺ, ട്യൂഷൻ ഫീസ് എന്നിങ്ങനെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിൽ ഒന്ന് കിട്ടാതെ വന്നാൽ ബാക്കിയെല്ലാം മുടങ്ങും. വിദ്യാഭ്യാസ കൺസൾട്ടന്റുകൾ പറയുന്നത് ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ്. പ്രത്യേകിച്ച് അവസാന നിമിഷം അഡ്മിഷൻ കിട്ടുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്കാണ് ഈ ബുദ്ധിമുട്ട് കൂടുതൽ. എഡു വെലോസിറ്റി ഗ്ലോബലിലെ അഡ്മിഷൻ മേധാവി മേരി ഗോഗോയ് പറഞ്ഞത് വിസ കിട്ടാനുള്ള ആളുകളുടെ എണ്ണം കൂടുകയും അതിനനുസരിച്ച് വിസകൾ ലഭ്യമല്ലാത്തതുമാണ് പ്രശ്നമെന്നാണ്. ഗ്യാൻഡാൻ്റെ സ്ഥാപകനും സിഇഒയുമായ അങ്കിത് മിശ്ര പറയുന്നത് മിക്ക ബാങ്കുകളും NBFCകളും വിസ കിട്ടുന്നതിന് മുൻപ് തന്നെ ലോൺ തുകയുടെ കുറഞ്ഞ ശതമാനം അല്ലെങ്കിൽ പൂർണ്ണമായി നൽകാൻ തയ്യാറാകും എന്നാണ്. ചില കോളേജുകളിൽ ആദ്യം തന്നെ പണം അടയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ലോൺ കൊടുക്കുന്നവരായി സംസാരിച്ച് പണം കണ്ടെത്താൻ ശ്രമിക്കാം. വിസ കിട്ടാൻ വൈകുകയോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുകയോ ചെയ്താൽ യൂണിവേഴ്സിറ്റികൾ സാധാരണയായി 2 വഴികളാണ് നൽകുന്നത്. ഒന്നുകിൽ പണം തിരികെ നൽകും, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് സീറ്റ് മാറ്റിവെക്കും. എന്നാൽ യൂണിവേഴ്സിറ്റി പണം തിരികെ നൽകിയില്ലെങ്കിൽ ലോൺ എടുത്ത തുക വിദ്യാർത്ഥി തിരിച്ചടക്കേണ്ടി വരും. കാര്യങ്ങൾ നേരത്തെ ആസൂത്രണം ചെയ്യുക എന്നതാണ് ഈ കാര്യത്തിൽ അങ്കിത് മിശ്ര ഉപദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ അഡ്മിഷൻസ് ഓഫീസുമായി സംസാരിച്ച് പണം തിരികെ കിട്ടാനുള്ള സാധ്യതകളെക്കുറിച്ചും സീറ്റ് മാറ്റിവെക്കുന്നതിനെക്കുറിച്ചും നേരത്തെ അറിയുക. എല്ലാ സാധ്യതകളും മുൻകൂട്ടി കാണുന്നതിലൂടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. വിദ്യാർത്ഥികൾ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കുകയും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും വേണമെന്നാണ് മേരി ഗൊഗോയ് പറയുന്നത്. വിസയ്ക്ക് അപേക്ഷിച്ച വെബ്സൈറ്റ് ദിവസത്തിൽ പലതവണ പരിശോധിക്കുക. ടെലിഗ്രാം പോലുള്ള അറിയിപ്പുകൾ നൽകുന്ന ഗ്രൂപ്പുകളിൽ ചേരുക. അടിയന്തരമായി വിസ കിട്ടാനുള്ള സാധ്യതകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുക. സാധ്യമെങ്കിൽ അടുത്തുള്ള രാജ്യങ്ങളിൽ വിസ കിട്ടാൻ ശ്രമിക്കുക. വിസ കിട്ടാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വിസ കിട്ടിയാൽ മാത്രമേ ഈ വർഷം പഠിക്കാൻ പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് പഠനം മാറ്റിവെക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കരുത്. സ്വന്തമായി കാര്യങ്ങൾ അന്വേഷിച്ചറിയുക. വിസക്ക് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റുകൾ ശ്രദ്ധിക്കുക. എല്ലാ രേഖകളും തയ്യാറാക്കി വെക്കുക. യൂണിവേഴ്സിറ്റിയിലെ DSOയുമായി എപ്പോഴും ബന്ധപ്പെടുക. ഒരു പ്ലാൻ B എപ്പോഴും ഉണ്ടായിരിക്കണം. 2025-ൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്ന സമയമാണ്. വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പലരും ആശങ്കയിലാണ്. പക്ഷേ ഈ സമയത്ത് പ്രതീക്ഷ കൈവിടരുത്. അടുത്ത 20 ദിവസത്തിനുള്ളിൽ വിസകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും നല്ല കോഴ്സുകളുണ്ട്. അവിടങ്ങളിൽ വിസ കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകളും പരിഗണിക്കാവുന്നതാണ്. വിസ കിട്ടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും വിദേശകാര്യ മന്ത്രാലയത്തിനും കത്തയച്ചിട്ടുണ്ട്. ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ F1 വിസകൾ കൂടുതൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 20-ന് ഓറിയന്റേഷൻ തുടങ്ങാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥി റെഡിറ്റിൽ എഴുതിയത് ഞങ്ങൾക്ക് ആരുടെയും ഔദാര്യം വേണ്ട, പഠിക്കാൻ ഒരു അവസരം മാത്രം മതി എന്നാണ്. മറ്റൊരു വിദ്യാർത്ഥി പറയുന്നത് ഞാൻ 6 മാസമായി കാത്തിരിക്കുന്നു, ഇതുവരെ വിസ കിട്ടിയില്ല, ഓഗസ്റ്റ് 18-ന് ക്ലാസുകൾ തുടങ്ങും, ഓഗസ്റ്റ് 9-ന് ഓറിയന്റേഷനുമുണ്ട് എന്നാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ സീറ്റുകൾ, അവിടെ പഠിക്കാൻ ഒരു അവസരം കിട്ടിയാൽ മതി എന്നാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.